നമസ്കാരം. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് ആലപ്പുഴയിൽ തുറവൂരിലെ ഒരു വയോധികയെ മകൻ വീട്ടിനകത്ത് കുഴിച്ചിട്ടതായിട്ടുള്ള ഒരു വാർത്ത കണ്ടിരുന്നു. അപ്പോൾ ഈ മകൻ സ്ഥിരം മദ്യപാനിയാണ്. അയാൾ അമ്മ സുഖമില്ലാതെയും പ്രായാധിക്യമായിട്ടും കിടക്കുകയായിരുന്നു. ഈ പ്രായാധിക്യത്തിൻ്റെ മൂലവും സുഖമില്ലാത്തതിൻ്റെ മൂലം അമ്മ ഒരു 2 ദിവസം മുൻപ് മരിച്ചപ്പം ഇയാളുടെ ഭാര്യയും മക്കളും വേറെ ഇയാളുടെ ഈ മദ്യപാനം കൊണ്ട് ഇയാളുമായിട്ട് വെറുത്തിട്ട് ഇവർ തെറ്റിയിട്ട് വേറെ സ്ഥലത്ത് കഴിയുകയാണ്. അവിടെ പോയി മക്കളെ കൂട്ടിക്കൊണ്ട് വന്നു. മക്കളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് മക്കളെ വല്യമ്മച്ചി മരിച്ചുപോയി, അതായത് അച്ചമ്മ മരിച്ചുപോയി, നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്കെല്ലാവർക്കും കൂടി കുഴിച്ചിടാന്ന് പറഞ്ഞ് മക്കളുടെ സഹായത്തോടെ വീട്ടിൻ്റെ അടുക്കളയെ കുഴിയെടുത്തിട്ട് അതിനകത്ത് ഇവരെ ഇരുന്ന് സമാധി രൂപത്തിൽ, അതായത് ഇരിക്കുന്ന രീതിയിൽ കടക്കുകയാണല്ലോ സാധാരണ നമ്മൾ ഒരാളെ അതായത് അടക്കം ചെയ്യുമ്പോൾ മരന്നാണല്ലോ കിടക്കുന്നത്. അങ്ങനെയല്ല, ഇത് ഇരിക്കുന്ന രൂപത്തിൽ തന്നെ മരിച്ചിരിക്കുകയാണ്. ആ രൂപത്തിൽ തന്നെ കുഴിയിലോട്ട് ഇറക്കി വെച്ച് പിന്നെ അടക്കം ചെയ്തു ഒക്കെ മൂടിയതിന് ശേഷം അതിന് മുകളിൽ വെട്ടുകല്ലോ വേറെന്തോ സാധനങ്ങളൊക്കെ കയറ്റി വെച്ച് അപ്പം എന്നിട്ട് അത് പിന്നെ നാട്ടുകാർക്ക് സംശയം തോന്നി. അത് നാട്ടുകാർ അറിഞ്ഞതിൻ്റെ പേരിൽ നാട്ടുകാർ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം പോലീസ് വന്നതിൻ്റെ ശേഷം കുഴി തുറക്കാൻ ആവശ്യപ്പെട്ടു. കുഴി പിന്നെയും രണ്ടാമത് മാന്തണ്ടി വന്നു. അപ്പോൾ ആ വീഡിയോ ഒന്ന് കാണാം, പോലീസിനോട് പറയുന്നത് എന്താണെന്നല്ല. അപ്പോൾ ഇവൻ്റെ കൈ കാശില്ല എന്നാണ് ഇവൻ പറയുന്നത്. ഈ അമ്മയുടെ മൃതദേഹം വീടിൻ്റെ അടുക്കളയിൽ കുഴിച്ച് മൂടിയത്. ഇന്നലെ രാവിലെയാണ് ഈ അമ്മ കാട് നികർത്തിൽ രാധ എന്ന 75-കാരിയെ മരിച്ച നിലയിൽ ആലപ്പുഴ പള്ളിത്തോട് പടിഞ്ഞാറ് മനക്കോടം ഭാഗത്തുള്ള ഈ ഒറ്റപ്പെട്ട വീട്ടിൽ കണ്ടെത്തിയത്. അങ്ങനെ മകൻ വീട്ടിലേക്ക് എത്തി രാവിലെ അമ്മയ്ക്കുള്ള ഭക്ഷണവുമായിട്ടാണ് എത്തിയത്. ഇവർ രണ്ടുപേരും മാത്രമാണ്, മകൻ ഗിരീഷും അതോടൊപ്പം രാധയും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഈ വീട്ടിലേക്ക് ഭക്ഷണമായി എത്തിയപ്പോൾ അമ്മ ചലനമറ്റി കിടക്കുന്നത് കണ്ട്, പ്രായാധിക്യമുള്ള സ്ത്രീയാണ്, ഒരു വശത്തിന് ശരീരത്തിന് ബലഹീനതയുമൊക്കെയുള്ള സ്ത്രീയാണ്. അപ്പോൾ അമ്മ കിടക്കുന്നത് കണ്ട്, ചലനമറ്റി കിടക്കുന്നത് കണ്ട് മരിച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഈ മക്കള് ഭാര്യയ്ക്കൊപ്പമാണ്, ഇയാളുടെ ഭാര്യ വേർപിരിഞ്ഞ് 7 വർഷമായിട്ട് താമസിക്കുകയാണ്. ഗിരീഷിൻ്റെ ഭാര്യ തൈക്കാട്ശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെ പോയി ഇയാളുടെ മക്കളെ, 2 മക്കളുണ്ട്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമുണ്ട്. ഇവർ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് വന്നു. അമ്മ മരിച്ചു, ആരോടും പറയണ്ട, നമുക്ക് സംസ്കരിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഇവരെ സ്കൂട്ടറിലേക്ക് ഇവിടേക്ക് എത്തിക്കുന്നു. അതിനുശേഷം ഇവർ 3 പേരും കൂടെ ചേർന്ന് ഈ മക്കളെ സഹായിച്ചിട്ട് അമ്മയുടെ മൃതദേഹം അവിടെ അടുക്കളയോട് ചേർന്ന് ഉള്ള ഒരു ഭാഗത്ത് സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഈ കുട്ടികൾ വീട്ടിലെത്തി ഇയാളുടെ വേർപിരിഞ്ഞ് കഴിയുന്ന ഭാര്യയോട്, ഗിരീഷിൻ്റെ ഭാര്യയോട് ഈ വിവരം പറയുന്നു. വൈകിട്ട് അവർ ജോലി കഴിഞ്ഞെത്തിയപ്പോൾ അവരോട് വിവരം പറയുന്നു. തുടർന്ന് ഈ ഗിരീഷിൻ്റെ ഭാര്യ, വേർപിരിഞ്ഞ് കഴിയുന്ന ഭാര്യയാണ് ഇക്കാര്യം അടുത്തുള്ള പ്രദേശവാസികളോട് പറയുകയും അവർ പോയി അന്വേഷിക്കുകയും ചെയ്തത്. ഇതിനുശേഷം പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസ് ഇന്നലെ രാത്രി തന്നെ സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തി. ഇന്ന് രാവിലെ തഹസീൽദാരുടെയും അതോടൊപ്പം തന്നെ ഫോറൻസിക് വിരലട വിദഗ്ധരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ അവിടെ പരിശോധനകൾ നടത്തിയതിന് ശേഷം മൃതദേഹം പുറത്തെടുത്ത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടത്തിലെ സൂചനകൾ പ്രകാരമാണ് ഇതൊരു കൊലപാതകം അല്ല, സ്വാഭാവിക മരണം മാത്രമാണ് എന്നുള്ള വിവരം ആദ്യഘട്ടത്തിൽ ലഭ്യമാകുന്നത്. പ്രാഥമിക സൂചന പ്രകാരം 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, പ്രായാധിക്യം മൂലമുള്ള ഒരു അവസ്ഥ, 2 ദിവസമായി ഇവരുടെ അവസ്ഥ തികച്ചും പരിതാപകരമായിരുന്നു, അസുഖബാധിതയായിരുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ കണ്ടില്ല വീഡിയോ. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്ഥിരം കുടിയനായ ഇയാളുടെ കയ്യിൽ ഇയാളൊരു മദ്യക്കുപ്പിയായിട്ടിരിക്കുന്ന വീഡിയോയും അതിലെ ഫോട്ടോ കാണാം. അപ്പോൾ പിന്നെ ഏതെങ്കിലും രീതിയിൽ അമ്മയെ കൊന്നതാണോ, അതോ സ്വയം അസുഖം വന്ന് മരിച്ചതാണോ ഒന്നൊക്കെ മനസ്സിലാകത്തില്ല. അപ്പോൾ പോലീസ് ഈ മരിച്ച അമ്മയെ ഡെഡ് ബോഡീനെ എടുത്തുകൊണ്ടുപോയിട്ട് പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പം അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള മരണമാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ വളരെ രക്ഷപ്പെട്ടു എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതല്ല, പക്ഷേ അവന് ഈ അമ്മയെ മറവ് ചെയ്യാൻ പൈസ ഇല്ല, അതായത് അടക്കം ചെയ്യാൻ പൈസ ഇല്ല. അവന് കുടിക്കാനുള്ള പൈസ ഉണ്ട്. ഈ കുടിക്കാനുള്ള പൈസ, ജോലി ചെയ്യുന്ന പൈസയിൽ ഒരു വിഹിതം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മേനെ മറവ് ചെയ്യാനുള്ള ഒരു പൈസ ഉണ്ടാക്കാമല്ലോ. അതുപോലും അവൻ ചെയ്തില്ല. എന്നിട്ട് അവൻ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, അവൻ ചെയ്ത് ചണ്ടിത്തരാണ്, തെറ്റാണ്. കാരണം വീട്ടിനകത്തൊന്നും നമ്മൾ ആര് മരിച്ചു കഴിഞ്ഞാലും നമ്മൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആചാരപ്രകാരം, അതായത് ക്രിസ്ത്യാനി ആണെന്നുണ്ടെങ്കിൽ
പള്ളിയിൽ അവിടെ കല്ലറയിൽ അടക്കം ചെയ്യും. അതായത് മുസ്ലിംസിൻ്റെ ആണെങ്കിൽ അവർക്കും അവിടെ കല്ലറയുണ്ട്, അവിടെ അടക്കം ചെയ്യും. ഹിന്ദുസ് ആണെന്നുണ്ടെങ്കിൽ അവർ അമ്പലത്തിൽ അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ പിന്നെ അടുത്ത് വീട്ടിൻ്റെ പറമ്പിനെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അടക്കം ചെയ്യും, അല്ലെങ്കിൽ ദഹിപ്പിക്കും. അതല്ല അമ്പലം കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു പൊതു ശ്മശാനം ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ അടക്കം ചെയ്യും. അങ്ങനെയാണ് സാധാരണ ചെയ്തു വരുന്നത്. കാരണം ഇവൻ ചെയ്ത് മഹാ ചാറ്റത്തരമാണ്, അത് ചെയ്യാൻ പാടില്ലത്. അപ്പോൾ അതൊരു വിഷമമായ ഒരു കാര്യമാണ്. അതും കാരണം സ്വന്തം അമ്മയാണ്. എന്നിട്ട് പിന്നെ നാട്ടുകാരോടൊക്കെ കടം ചോദിക്കേണ്ടി വരും. ആ രീതിയിലായിപ്പോൾ. അപ്പോൾ പോലീസ് വ്യക്തമായിട്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കുമ്പോൾ സംഭവം ശരിയാണ്, സ്വാഭാവികമായിട്ടുള്ള മരണമാണ്. അപ്പോൾ ഇവൻ്റെ പേര് കേസില്ല. അതുകൊണ്ട് ആ വാർത്ത അവിടെ കഴിഞ്ഞു. പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും പിന്നെ ന്യൂസൊന്നും TV ചാനലൊന്നും ഒന്നും വന്നിട്ടില്ല. ശരിയെന്നാൽ നിർത്തുന്നു. ഓക്കെ, ബൈ.